കാലവർഷം കനക്കും. ഉത്തരേന്ത്യയിൽ മഴ ശക്തി പ്രാപിച്ചു. ഹിമാലയൻ മേഖലകളിൽ മഴ തകർത്ത് പെയ്യാൻ തുടങ്ങിയതോടെ തൊട്ടടുത്ത് കിടക്കുന്ന സംസ്ഥാനങ്ങളുടെ അവസ്ഥ വീണ്ടും പരിങ്ങല്ലായി. ഉത്തർപ്രദേശിന്റെ വടക്കുഭാഗത്ത് പിൽഭിത്തിലും ലഖിംപൂർ ഖേരിയിലും ഗാസിയാബാദിലുമെല്ലാം കെടുതി രൂക്ഷം. കഴിഞ്ഞ 24 മണിക്കൂറുടെ റിപ്പോർട്ട് ചെയ്തത് 11 മരണം. ഉത്തരാഖണ്ഡിൽ ഗംഗാ നദിയിലെ പുണ്യജലത്തിന് മുകളിലൂടെ പ്രളയജലം ഒഴുകിയെത്തുന്നുണ്ട്. ഹരിദ്വാറും ഋഷികേശും ലാൻഡ്സ്റ്റൗണും അടക്കം ജാഗ്രതയിൽ. പർവ്വതനിരകളിൽ നിന്നും ഒഴുകിയെത്തുന്ന പ്രളയജലം പതിവായി ഡൽഹിയെയും ഹരിയാനയും പഞ്ചാബിനെയും മുക്കും. ഹിമപാതം ദുരന്തത്തിന് വഴിവെക്കും. അസമിന് പുറമെ ഇരുണ്ടു തുടങ്ങിയ കാർമേഘങ്ങളെ നോക്കി ജാഗ്രതയിൽ. അപായ സൂചനയെ ഭയന്ന് നിരവധി സംസ്ഥാനങ്ങളുണ്ട്. ഇന്നലെ 6 പേർ കൂടി മരിച്ചതോടെ അസമിലെ മരണസംഖ്യ 84ആയി. മുംബൈയിൽ മഴ മാറി നിൽക്കുന്നു. ഇതുവരെയുള്ള മഴക്കെടുതിയിൽ ആകെ 1 മരണമാണ് റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ നവി മുംബൈ, താനെ, പൂനെ, മുംബൈ തീരപ്രദേശങ്ങളിലൊക്കെ റെഡ് അലർട്ട് ഉള്ളത് ആശങ്കയാണ്. വെള്ളക്കെട്ട് ഇറങ്ങിയതോടെ സബർബൻ ട്രെയിനുകളടക്കം നിയന്ത്രിത വേഗത്തിൽ സർവീസ് പുനരാരംഭിച്ചു.